നമസ്കാരം. പ്രവാസികൾ വാട്സാപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുള്ള ബാങ്കിംഗ് സേവനങ്ങൾ ഉടനടി നിർത്തണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് UAE നിർദ്ദേശിച്ചു. സാമ്പത്തിക സേവനങ്ങൾ, ഉപഭോക്തൃ വിവര ശേഖരണം തുടങ്ങി ഒരു സേവനങ്ങളും ഇത്തരത്തിൽ നടത്താൻ പാടില്ലെന്നാണ് CBUAEയുടെ നിർദ്ദേശം. ഉപഭോക്താവിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും UAEയുടെ സാമ്പത്തിക സംവിധാനത്തിലുടനീളം ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് CBUAEയുടെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണത്തിനും മാനദണ്ഡങ്ങൾക്കും കീഴിലുള്ള എല്ലാ ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം നിലവിൽ കൂടുതലാണെന്നും ഇത് ഒന്നിലധികം അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വഞ്ചന, ആൾമാറാട്ടം, സൈബർ ആക്രമണങ്ങൾ, തട്ടിപ്പുകൾ തുടങ്ങി സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വരെ ഉയർന്നതായി അറിയിപ്പിലുണ്ട്. രാജ്യത്തെ ബാങ്കിംഗ് ഇടപാടുകളുടെ വിവരങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചോർത്താനും ഇതിലൂടെ സാധിക്കുമെന്നും CBUAE തിരിച്ചറിഞ്ഞു. ഉപഭോക്താവിൻ്റെ വിവരങ്ങൾ ചോദിക്കാനോ പങ്കുവയ്ക്കാനോ വാട്സാപ്പിലൂടെ ചെയ്യാൻ പാടില്ല. പേയ്മെൻറ്റുകളുടെ വിവരങ്ങൾ, അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയൊന്നും അറിയിക്കരുത്. പാസ്വേഡുകൾ, പിൻ നമ്പറുകൾ അല്ലെങ്കിൽ ഒറ്റത്തവണ പാസ്വേഡുകൾ, OTP എന്നിവ അയക്കാൻ പാടില്ല. ഉപഭോക്താക്കളുടെ വ്യക്തിഗത അല്ലെങ്കിൽ സാമ്പത്തിക വിവരങ്ങൾ അടങ്ങിയ രേഖകൾ കൈമാറരുത്. നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ ഇക്കാര്യം ശ്രദ്ധിക്കണം. ട്രാൻസാക്ഷൻ നടന്നാൽ വാട്സാപ്പിലൂടെ വരുന്ന മെസ്സേജുകൾ ഇനി വരില്ല. മാത്രമല്ല, സുരക്ഷ ഉറപ്പാക്കാനായി ഒരിക്കലും നിങ്ങൾ OTPയോ മറ്റ് പാസ്വേഡുകളോ വാട്സാപ്പ് സന്ദേശത്തിലൂടെ കൈമാറരുത്.